ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖല ചരിത്രപരമായ വളർച്ചയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഉൽപാദനവും കയറ്റുമതിയും ഒരേ സമയം കുതിച്ചുയർന്നത് മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ ഫലമായെന്നും വിലയിരുത്തൽ. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 6 മടങ്ങ് ഉയർന്നതായും കയറ്റുമതി 8 മടങ്ങ് വർദ്ധിച്ചതായും കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2014-15 1.9 ലക്ഷം കോടി രൂപയായിരുന്ന ഉൽപാദനം 2024-25 11.3 ലക്ഷം കോടി രൂപയിലേക്ക് ഉയർന്നു. ഇതേ കാലയളവിൽ കയറ്റുമതി 0.38 ലക്ഷം കോടി രൂപയിൽ നിന്ന് 3.3 ലക്ഷം കോടി രൂപയിലേക്കും കുതിച്ചു. PLI പദ്ധതിയിലൂടെ 13,475 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും 9.8 ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം നേടാനും കഴിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി. ഇലക്ട്രോണിക്സ് നിർമ്മാണം കഴിഞ്ഞ ഒരു ദശകത്തിനിടെ 25 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 1.3 ലക്ഷം പുതിയ ജോലികൾ രൂപപ്പെട്ടു. ഇലക്ട്രോണിക്സ് ഇന്ന് ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി മേഖലയായി മാറി. മുൻപ് 7ാം സ്ഥാനത്തായിരുന്നു. മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ്. 2014-15 2 യൂണിറ്റുകളായിരുന്ന മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ന് ഏകദേശം 300ആയി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിൽക്കുന്ന മൊബൈൽ ഫോണുകളിൽ 99.2% മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്നതാണ് ശ്രദ്ധേയം. മൊബൈൽ ഫോൺ ഉൽപാദനം 0.18 ലക്ഷം കോടി രൂപയിൽ നിന്ന് 5.5 ലക്ഷം കോടി രൂപയിലേക്കും കയറ്റുമതി 0.01 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2 ലക്ഷം കോടി രൂപയിലേക്കും ഉയർന്നു. തുടക്കത്തിൽ ഫിനിഷ്ഡ് ഉൽപ്പന്നങ്ങളിലായിരുന്നു സർക്കാർ ശ്രദ്ധ. എന്നാൽ ഇപ്പോൾ ഘടകങ്ങൾ, മൊഡ്യൂളുകൾ, അസംസ്കൃത വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയുടെ നിർമ്മാണശേഷി വികസിപ്പിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിയിലൂടെ 1.15 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം, 10.34 ലക്ഷം കോടി രൂപയുടെ ഉൽപാദനം, 1.42 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നിവ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് മേഖലയിലെ ഏറ്റവും വലിയ നിക്ഷേപ പ്രതിബദ്ധതയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനോടകം 10 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ചിപ്പുകൾ ആഭ്യന്തരവും ആഗോളവുമായ വിപണിയിലെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI രംഗത്തെ കടുത്ത മത്സരത്തിനിടെ 2023 വൻ പിരിച്ചുവിടലുകൾക്ക് ശേഷം മുൻ ജീവനക്കാരെ വീണ്ടും നിയമിക്കുന്ന പുതിയ തന്ത്രവുമായി ഗൂഗിൾ. ബൂമറാങ് നിയമനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ നീക്കം നിർമ്മിത ബുദ്ധിയിൽ ഗൂഗിളിന്റെ മുന്നേറ്റം നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. 2023 പിരിച്ചുവിടലുകൾക്ക് പിന്നാലെ മുൻ ജീവനക്കാരെ വീണ്ടും നിയമിക്കുന്ന നീക്കവുമായി ഗൂഗിൾ. നിർമ്മിത ബുദ്ധി രംഗത്തെ കടുത്ത മത്സരത്തിൽ മുൻതൂക്കം നിലനിർത്താനാണ് കമ്പനിയുടെ പുതിയ തന്ത്രമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2023 തുടക്കത്തിൽ മാതൃകമ്പനിയായ ആൽഫബെറ്റ് 12,000 പേരെ പിരിച്ചുവിട്ടിരുന്നു. തുടർന്നും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പിരിച്ചുവിടലുകളും സ്വമേധയാ വിരമിക്കലുകളും നടന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ മാറുകയാണ്. ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 2025 ഗൂഗിൾ നിയമിച്ച AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരിൽ 20% മുൻ ജീവനക്കാരാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ ഉയർന്ന നിരക്കാണ്. ഓപ്പൺ AI, മെറ്റ, ആന്ത്രോപിക് തുടങ്ങിയ കമ്പനികളുമായി AI പ്രതിഭകൾക്കായി നടക്കുന്ന കടുത്ത മത്സരത്തിനിടെയാണ് ഈ നീക്കം. 2024 അപേക്ഷിച്ച് എതിരാളി കമ്പനികളിൽ നിന്നുള്ള AI ഗവേഷകരുടെ ഗൂഗിളിലേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മികച്ച സാമ്പത്തിക അടിത്തറയും നൂതന കമ്പ്യൂട്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും ഉയർന്ന പ്രതിഫല പാക്കേജുകളും AI എഞ്ചിനീയർമാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണെന്ന് ഗൂഗിളിന്റെ കോമ്പൻസേഷൻ വിഭാഗം മേധാവി ജോൺ കേസി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ബൂമറാങ് നിയമന പ്രവണത ഗൂഗിളിൽ ഒതുങ്ങുന്നില്ല. IT മേഖലയാകെ ജീവനക്കാരുടെ തിരിച്ചുവരവ് വർദ്ധിച്ചുവരുന്നതായി ADP റിസർച്ചിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോൺ വിപണിയെ അമ്പരപ്പിക്കാൻ വമ്പൻ ബാറ്ററി കരുത്തുമായി OnePlusന്റെ പുതിയ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ എത്തുന്നു. OnePlus ടർബോ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ഈ മോഡലിൽ റെക്കോർഡ് ശേഷിയുള്ള 9000 mAh ബാറ്ററി ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ആൻഡ്രോയിഡ് ഹെഡ്ലൈൻസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മികച്ച പെർഫോമൻസും ഗെയിമിംഗ് അനുഭവവും ലക്ഷ്യമിട്ടാണ് ഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ പ്രധാന സവിശേഷതകളിൽ 1.5K റെസല്യൂഷൻ, 144 Hz റീഫ്രഷ് റേറ്റ് എന്നിവ ഉൾപ്പെടുന്നു. പ്രോസസ്സിംഗിന് ക്വാൽകോമിന്റെ ഏറ്റവും പുതിയ സ്നാപ്ഡ്രാഗൺ 7S Gen 4 ചിപ്സെറ്റ് ഉപയോഗിക്കും. 2025 OnePlus മോഡലുകൾക്ക് സമാനമായ ക്യാമറ ഐലൻഡ് ഡിസൈനോടെ ഡ്യുവൽ ക്യാമറ സംവിധാനവും ഫോണിൽ പ്രതീക്ഷിക്കപ്പെടുന്നു.
ചൈനീസ് വിപണിയിൽ ടെർബോ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ഈ ഫോൺ ഇന്ത്യയിൽ OnePlusന്റെ ജനപ്രിയ നോട്ട് സീരീസിന്റെ അടുത്ത പതിപ്പായിട്ടായിരിക്കും എത്തുക. 2026 ജനുവരിയോടെ ചൈനയിൽ ലോഞ്ച് ചെയ്യപ്പെടുന്ന ഫോൺ 2026 മാർച്ചിൽ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് സൂചന. അടുത്തിടെ പുറത്തിറങ്ങിയ OnePlus 15R മോഡലിൽ 7400 mAh ബാറ്ററിയായിരുന്നു നൽകിയിരുന്നത്. അതിനേക്കാളും ശക്തമായ ബാറ്ററിയുമായി ടെർബോ എത്തുന്നതോടെ ചാർജ് തീരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉപഭോക്താക്കൾക്കേറെക്കുറെ ഒഴിവാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.